ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാനിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നന്നായിട്ട് ഇത് തിളപ്പിക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ഡ്രൈ ആവുന്ന വരെ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് സോഫ്റ്റായി കിട്ടണം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം, ഇരുന്ന് തണുക്കട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യണം. ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് വേണ്ട. ബ്രൗൺ ഷുഗർ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടി ഒരു 1/4 കപ്പ് പഞ്ചസാര ഇത്തിരി വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ ബ്രൗൺ കളറാവുന്ന വരെ കാരമലൈസ് ചെയ്തെടുക്കാം. നന്നായി കാരമലായിട്ടുണ്ട്. ഈ പരുവം മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 5 മിനിറ്റും കൂടി ഒന്നൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ഗ്രാമ്പൂ, പട്ട, ജാതിക്ക ഇതൊക്കെ കൂടി ഒന്ന് നല്ല റിഫൈൻ പൗഡർ ആവുന്ന രീതിയിൽ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടറും ഒരു മുട്ടയും വാനില എസൻസ് 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി ഒരു 5 മിനിറ്റ് വിസ്ക് കൊണ്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം എല്ലാം. $250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഞാനിവിടെ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, കാരണം ഞാനിവിടെ മുട്ട ചേർത്തത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കാത്തത്. മുട്ട ചേർക്കാത്തവർ ബേക്കിംഗ് സോഡ നിർബന്ധമായി ചേർക്കുക. പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കാരമലൈസ്ഡ് ഷുഗർ കുറേശ്ശെ ചേർത്ത് ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ലൂസ് ബാറ്റർ ആവരുത്, അത് മാത്രമാണ് ശ്രദ്ധിച്ചത്. ചെറിയൊരു തിക്ക് ഫോമിലായിരിക്കണം നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഇനി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേ ബട്ടർ തേച്ച് ഓൾറെഡി ഞാൻ സെറ്റാക്കി വെച്ചതാണ്. ഇനി നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്യുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി കടായി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും തുറന്ന് നോക്കി വെന്തോന്നൊന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ കേക്ക് തണുത്തൊന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സൈഡൊന്നും വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈസി ആയിട്ട് പുറത്തെടുക്കാം. അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് നല്ല ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. മുറിക്കുമ്പോൾ തന്നെ നല്ല ഈസി ആയിട്ട് പോരും. നല്ല സോഫ്റ്റാണ് കേക്ക്. നല്ല സ്പോഞ്ചി കേക്കാണ്. ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പ്ലം കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ബൈ.